നമസ്കാരം. ഇന്ന് ഈ വോയിസ് മെസ്സേജിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ ഫോർച്യൂൺ മാളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ മുൻ കോൺട്രാക്ടർ AP കേശവദേവ് കുറച്ച് ഗുണ്ടകളുമായി വന്ന് എൻ്റെ വീട്ടിലേക്ക് ആസിഡ് ബൾബ് എറിയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ പോലീസ് കേസ് അറസ്റ്റ് ചെയ്തു. അവർ റിമാൻഡിലാണ്. അവർ വന്ന വാഹനമെല്ലാം പിടിച്ചെടുത്തു. അത് പോലീസ് കസ്റ്റഡിയിൽ, കോങ്ങാട് പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഇതൊരു സത്യമാണ്. ഇനി കേശവദേവും ഞാനും തമ്മിലുള്ള തർക്കത്തെക്കുറിച്ചാണ് ചർച്ച. ഒരു പാവം നമ്പൂരിയാണ്, നമ്പൂരിയെ ഞാൻ ചതിച്ചു എന്നുള്ളതാണ് അടുത്ത ജനങ്ങൾക്ക് അറിയേണ്ടതായ മറ്റു കാര്യങ്ങൾ. അദ്ദേഹം നമ്പൂരിയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പേരിനോടൊപ്പം ഒരു മനയുടെ പേരും നമ്പൂരി എന്നുള്ള പേരുള്ളതുകൊണ്ട് നമ്പൂരി ആയിരിക്കാം. പക്ഷെ മറ്റു കാര്യങ്ങൾ അഭിപ്രായം പറയാതിരിക്കാൻ പറ്റില്ല. AP കേശവദേവനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് സെൽവൻ എന്ന് പറയുന്ന എൻ്റെ ഒരു 10-20 വർഷമായിട്ട് ഇപ്പോഴും നിലവിൽ എൻ്റെ ഒരു സുഹൃത്തും SK സ്ക്രീനിൻ്റെ ഓണറുമാണ്. അദ്ദേഹം ഈ കേശവദേവൻ്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ BTech എഞ്ചിനീയറാണ്, ഒത്തിരി കോൺട്രാക്റ്റുള്ള വ്യക്തിയാണ്, കണ്ടമാനം കോൺട്രാക്ടർ വർക്കുകളുണ്ട്, എഞ്ചിനീയറിങ്ങിൽ വലിയ സംഭവമാണ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ സത്യത്തിൽ കേശവദേവ് ഒരു കോൺട്രാക്ടറാണ് എന്നുള്ള കാര്യത്തിൽ തന്നെ ഇപ്പോൾ എനിക്ക് ബോധ്യമായി. ഞാനത് ശ്രദ്ധിക്കാതെ പെട്ടുപോയതാണ്. ഒരു കോൺട്രാക്ടർ പോലും അല്ലായിരുന്നു എന്ന്. ഡിപ്ലോമ പാസ്സായി കുറച്ച് വർക്കുകൾ അവിടെ ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. കേശവദേവ് സ്നേഹത്തിൽ പൂർത്തീകരിച്ച ഏതെങ്കിലും ഒരു വർക്ക് ചൂണ്ടിക്കാണിച്ചാൽ എന്നെ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ സ്ഥാപനത്തിൽ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് കൃത്യമായ ഒരു മറുപടിയാവും. എൻ്റെ അറിവിൽ, ഞങ്ങളുടെ അറിവിലും കേശവദേവ് എന്ന് പറയുന്ന കഥാപാത്രം, ഞങ്ങളുടെ വർക്ക് പോട്ടെ, അത് നമ്മളിപ്പോൾ വിഷയമാക്കട്ടെ, അതിപ്പോൾ കോടതിയിലാണ്, സിവിൽ കേസാണ്. മറ്റ് ചിറ്റൂരിൽ സിവിൽ കേസുണ്ട്. NCP നേതാവിൻ്റെ മകൻ്റെ വർക്ക് പെരിന്തൽമണ്ണ നടത്തിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട്. ഒറ്റപ്പാലത്ത് റോഡിൻ്റെ വർക്കുമായി ഒരു ബസ് സ്റ്റാൻഡിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട്. അതേപോലെ ടൗണിൽ മൂപ്പരെടുത്ത വർക്കിൽ ഒരു തൊഴിലാളി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്. അങ്ങനെ നിരവധി വിഷയങ്ങൾ കേശവദേവിൻ്റെ പേരിലുണ്ട് എന്നുള്ളതാണ് സത്യം. ഒരു വർക്ക് പോലും നല്ല രീതിയിൽ പൂർത്തീകരിച്ചിട്ടുള്ള പാരമ്പര്യം കേശവദേവിനില്ല. ഇനിയും കുറേ പറയാനുണ്ട്. ഞാനത് ഓരോന്നോരോന്നായി എടുത്ത് പറയണ്ട എന്ന് കരുതിയിട്ടാണ്. അത്രയും ഒരു മോശം കോൺട്രാക്ടറാണ് കേശവദേവ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് നമ്മളാരും വിചാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന പോലെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, കോൺട്രാക്ടർമാരുടെ ഇടയിൽ ഒരു വിലയില്ലാത്തൊരു മനുഷ്യനാണ്. കാരണം വർക്ക് അറിഞ്ഞാലല്ലേ വിലയുണ്ടാവുള്ളൂ. അദ്ദേഹത്തിന് വർക്കുകളൊന്നും അറിയില്ല. അതാണ് മറ്റൊരു സത്യം. ഇതൊരു ആമുഖമായിട്ട് കേശവദേവിനെ കുറിച്ച് പറഞ്ഞതാണ്. പിന്നെ ഞങ്ങൾ കാരണമാണ് അദ്ദേഹം ജപ്തിയായി, വീട് സ്വത്ത് ജപ്തിയായി എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും പറയുന്നുണ്ട്. ഒരു ഭർത്താവ് തെറ്റുകാരാണെന്ന് പൊതുവെ ഒരു ഭാര്യമാരും പറയാറില്ല. പക്ഷെ കേശവദേവിൻ്റെ ചില നശിപ്പിലേക്ക് കേശവദേവിനെ വഴിവെച്ചതിൽ ചിലപ്പോൾ ചിലർക്കൊക്കെ പങ്കുണ്ടായിരിക്കാം. അതിൽ അവൻ്റെ കുടുംബ പശ്ചാത്തലവും ഫാമിലി പശ്ചാത്തലത്തിലൊക്കെ ഒരു ബാധകമായിരിക്കാം. അതിലേക്കൊന്നും കടക്കണില്ല. കാരണം അതിലേക്കൊന്നും കടക്കേണ്ട കാര്യമില്ല.
അത്രയും മോശം ഒരു വ്യക്തിനെ കുറിച്ചിട്ട് പറയേണ്ട കാര്യമില്ല. പിന്നെ എന്താണ് കാശുദേവും ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്നുള്ളതാണ് അടുത്ത വിഷയം. ഞങ്ങൾ കാശുദേവിന് 12 കോടി രൂപയ്ക്കാണ് മാളിൻ്റെ വർക്ക് കൊടുത്തത്. അതിന് കൃത്യമായ എഗ്രിമെൻറ്റ് ഞങ്ങളുടെ കൈവശമുണ്ട്. വർക്ക് കൊടുത്ത് ഞങ്ങൾ തീരുമാനമാകുമ്പോഴേക്കും കാശുദേവ് JCB സാധനങ്ങളൊക്കെ വാങ്ങി വർക്ക് ആരംഭിച്ചു. ഒരു ടോറസ് എടുത്തു, ശ്രീരാമെന്ന് കുറേ ജാക്കി സ്പാനും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ വലിയൊരു കോൺട്രാക്ടറാണ് ഞങ്ങൾ മുന്നിൽ കാണിച്ചുകൊണ്ട് കാശുദേവ് മാളിൻ്റെ സൈറ്റിലേക്ക് വന്നു. വർക്ക് ആരംഭിച്ചു. ഞങ്ങൾ ഓരോ ഘട്ടങ്ങളായിട്ട് കാശുദേവിന് ബാങ്കിലേക്ക് കൊടുത്ത പൈസ മാത്രം 5,40,00,000 രൂപയാണ്. ബാങ്കിലേക്ക് കൊടുത്തത് മാത്രം. കാശുദേവ് ഞങ്ങൾ തമ്മിലുള്ള വിഷയം 12 കോടിയിലാണ്. ബേസ്മെൻറ്റ് ഫ്ലോർ കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള കോളം വാർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ടൗൺ പ്ലാനിങ്ങിൽ ഇത് ഫയൽ സബ്മിറ്റ് ചെയ്തത്. ടൗൺ പ്ലാനിങ്ങിൽ നിന്ന് ഈ ഫയൽ പാസ്സാവാതിരുന്നപ്പോഴാണ് ഞാൻ നേരിട്ട് ടൗൺ പ്ലാനറെ കാണാൻ പോയി. ടൗൺ പ്ലാനർ ഉദ്യോഗസ്ഥ മിസ്റ്റർ ഗോപി സാറായിരുന്നു. അദ്ദേഹം പറഞ്ഞതിന് സ്ട്രക്ചർ ഡിസൈൻ ഇല്ല, അതേപോലെ ഈ കോൺട്രാക്ടർ ഇത് വരച്ചിട്ടുള്ളതൊന്നും ശരിയല്ല, ഇതിൽ കുറേ മിസ്റ്റേക്കുകളുണ്ട്, അതുകൊണ്ട് ഇത് പാസ്സാക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. പിന്നീട് പാസ്സായതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. കാശുദേവൻ അയാൾ ഞങ്ങൾ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, ഒരു ഇൻവെസ്റ്ററെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ നശിപ്പിക്കരുത് എന്ന് കാശുദേവൻ ഞങ്ങൾ മുന്നിൽ വെച്ച് പറഞ്ഞാണ്. എന്നിട്ടും കാശുദേവനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് വർക്കിൽ ആരംഭിപ്പിച്ചപ്പോഴും കാശുദേവൻ്റെ പോക്ക് മോശമായി. ആദ്യം ഞങ്ങൾ മെയിൽ അയച്ചു, അതിനുശേഷം നോട്ടീസ് അയച്ചു, അതിനുശേഷം കവിയറ്റ് ഫയൽ ചെയ്തിട്ടാണ് കാശുദേവനെ ഞങ്ങൾ പുറത്താക്കിയത്. കാശുദേവൻ്റെ സ്ഥിരം ജോലി എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് വർക്ക് എടുക്കുക, പകുതി ആകുമ്പോൾ ബിൽഡിംഗ് ഓണർക്കെതിരെ കേസ് കൊടുക്കുക, ആ ബിൽഡിങ് അറ്റാച്ച് കൊണ്ടുവരിക, എന്നിട്ട് ഇവൻ ബാർഗൈൻ ചെയ്യുക. ഇതാണ് ഇവൻ്റെ പരിപാടി. ഞങ്ങളെടുത്ത പരിപ്പ് എന്തില്ല. ഞങ്ങൾ മനസ്സിൽ കണ്ടത് ഞങ്ങൾ മാനത്ത് കാണുന്നവരായതുകൊണ്ട് ഞങ്ങൾ ആദ്യം കവിയറ്റ് കൊടുക്കും. അവനൊരു അഭ്യാസവും നടന്നില്ല. അപ്പോഴേ അവന് മാനസിക ഭ്രാന്തി ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ കോടതിയിൽ പോയി ആദ്യത്തെ കേസ് തള്ളിപ്പോയി. ഇവന് ഞങ്ങൾ കവിയറ്റ് ഫയൽ ചെയ്തപ്പോൾ ഞങ്ങൾ എല്ലാ പത്രങ്ങളിലും വാർത്ത കൊടുത്തു, ഞങ്ങളുടെ സൈറ്റിൽ നിന്ന് പുറത്താക്കി, യാതൊരു ബന്ധങ്ങളും കാശുദേവായിട്ടില്ല, നമ്മൾ ഇൻവെസ്റ്റർമാരും എല്ലാവരും ശ്രദ്ധിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് അത് ക്ലിയർ അദ്ദേഹത്തെ പുറത്താക്കി. അത് കഴിഞ്ഞ് കാശുദേവ് 20 ലക്ഷം റുപ്യ അടച്ച് വീണ്ടും കേസിന് പോയി. 7 കോടി നഷ്ടം ചോദിച്ചിട്ട്. നല്ല കാര്യം. കോടതി കമ്മീഷനെ വെച്ചു. കമ്മീഷൻ അതിൽ 6,90,00,000 രൂപ എത്രയോ ഇതിന് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് വരെയുള്ള എല്ലാ അളന്നു. അതിന് 7 ദിവസം കോടതി പറഞ്ഞനുസരിച്ച് ഞങ്ങൾ അടച്ചിട്ടു. മാള് വർക്ക് നിർത്തിവെച്ചു. അങ്ങനെ കമ്മീഷൻ റിപ്പോർട്ട് പോയതിനു ശേഷമാണ് ഞങ്ങൾ വീണ്ടും വർക്ക് ആരംഭിച്ചത്. അപ്പോൾ ഞാൻ കാശുദേവന് സപ്പോർട്ട് ചെയ്തിട്ട് ആരുമില്ല ഇവിടെ. എന്നാലും 1-2 ആൾക്കാരുണ്ട്. പിന്നെ ഒരു അലബലാദിയുണ്ട്. അയാൾ രാഷ്ട്രീയ നേതാവാണ്, വൃത്തികെട്ടവൻ. മൂപ്പരുമുണ്ട് സഹായിക്കാൻ, വേറെ ആരും അതിലില്ല. ഞങ്ങളുടെ പേര് പറഞ്ഞാൽ എനിക്ക് മോശം, എൻ്റെ നാവിനെ കേടാം. ഏറ്റവും മോശം ആൾക്കാരുടെ പേര് ഞാൻ പറയും, അതിലും മോശം അയാളായതുകൊണ്ട് അയാളുടെ പേര് പറയാത്തത്. അല്ലാതെ അയാൾ എന്നെ തൂക്കിക്കൊരുന്ന് പേടിച്ചിരുന്നല്ല. അയാൾ എത്രയുണ്ടെന്നൊക്കെ നമുക്കറിയാം. അയാളുടെ പിന്തുണയും കൂടി ഇവനുണ്ട്. അങ്ങനെ 8 ആളുടെ പിന്തുണയുണ്ട്. ഈ പിന്തുണ വെച്ചിട്ടാണ് ഇവൻ ഈ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ കോടതി ആ കേസ് പരിഗണിച്ച് അതിനൊപ്പം തന്നെ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് ഈ 1,90,00,000 കൂടി കാശുദേവന് കൊടുക്കാനുണ്ടെങ്കിലും അതിൽ ഉപയോഗിക്കേണ്ട മെറ്റീരിയലും കൂടുതൽ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടും അതിൻ്റെ പല വർക്കുകളിൽ ചില അപാകതകളുള്ളതുകൊണ്ടുമാണ് ഈ വക എക്സ്പെൻസ് കൂടുതൽ വന്നത്. ഇത് നല്ലൊരു പൊസിഷനിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ എതിർഭാഗത്തിന് ഞങ്ങൾക്ക് ഫോർച്യൂൺ ഗ്രൂപ്പിന് ഒരു 2 കോടി രൂപയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരും, അതിന് സ്ട്രെങ്തനിങ് കൊടുക്കണം എന്ന് കൃത്യമായ റിപ്പോർട്ടിലുണ്ട്. അതാണ് കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ട്.
അങ്ങനെ ഇവൻ കേസ് നടത്തട്ടെ തന്നെ ഞങ്ങളും മുന്നോട്ട് പോവാം, കേസ് കുറെ പോകാമല്ലോ എന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ഇവന് 7 കോടി കൊടുക്കുകയാണെങ്കിൽ 5ഉം 7ഉം 12 ലക്ഷം രൂപയായി. അതിനല്ലേ കോൺട്രാക്ട്. അങ്ങനെയാണെങ്കിൽ മാളവൻ തീർത്ത് തരണ്ടേ. മാളവൻ ആ കോളം മുകളിലേക്ക് വാർത്ത് നിർത്തിയതിനു ശേഷം പിന്നെ ഒരു വർക്ക് നമ്മൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. ഈ കേശവദേവന് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതിന് വേണ്ട സർട്ടിഫിക്കറ്റിലും പേപ്പറുകളൊക്കെ ശരിയാക്കിയത് പിന്നീട് ഞങ്ങളാണ്. പിന്നെയാണ് ഞങ്ങൾ 24 കോടി ചിലവാക്കി മൊത്തം വർക്ക് ഫിനിഷായത്. ഇപ്പോൾ കേശവൻ്റെ വർക്കാണ്. കേശവദേവന് അപ്പം എങ്ങനെ സാമ്പത്തിക നഷ്ടം വന്നു എന്നുള്ളതാണ്. കേശവദേവ് ചുരുട്ട എന്ന് പറഞ്ഞ് കേശവദേവൻ്റെ നായകനായിട്ട് അദ്ദേഹം തന്നെ നായകനായിട്ട് പടം പിടിച്ചു. ഇവിടെ മമ്മൂട്ടി മോഹൻലാലും കൂടി നായകന്മാരായിട്ട് പടം പിടിച്ചിട്ടേ പൊട്ടണു. പിന്നെയാണ് ഉടുതുണിക്ക് മകനില്ലാത്ത സിനിമ പിടിച്ച. അങ്ങനെ ആ സിനിമ പിടിച്ചു വന്നു. പിന്നെ എറണാകുളത്ത് ഫ്ലാറ്റ് എടുത്തു. അത്യാവശ്യം പരിചയപ്പെടുന്നവരൊക്കെ റൂമിലേക്ക് വിളിച്ചു. അതൊന്നും ഞാൻ പറഞ്ഞല്ല, അവൻ്റെ സിനിമയിൽ അഭിനയിച്ച നായകന്മാർ പറഞ്ഞിട്ടുള്ള വോയിസ് മെസ്സേജ് എൻ്റെ കൈവശമുണ്ട്. ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ അത് ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ല കുടി, അങ്ങനെ സൗകര്യങ്ങൾ കൂടി ആഘോഷത്തിലായപ്പോൾ നഷ്ടപ്പെട്ടാണ് പൈസ. ഇത് കേശവദേവൻ്റെ അളിയനും അറിയാം, സ്വന്തം അളിയന്. കാരണം അദ്ദേഹം ഞങ്ങൾ ഇൻവെസ്റ്ററാണ്, 3 lakhs ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലുണ്ട്. അദ്ദേഹവും ഞാൻ ഈ സിനിമക്കാരിട്ടെന്ന ഗ്രൂപ്പ് വോയിസും സംഭവിച്ച കാര്യങ്ങളൊക്കെ ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് അദ്ദേഹം അത് കൃത്യമായിട്ട് മനസ്സാക്കിയിട്ടുണ്ട്. എങ്കിലും അളിയനായി പോയില്ലേ, കൂടെ മൂപ്പര് അവിടെ നിൽക്കുള്ളൂ, അത് നല്ല കാര്യം. നമ്മളൊക്കെ നിഷ്പക്ഷമായിട്ട് നിൽക്കുക. ഈ ആണും പെണ്ണും കിട്ടവരെ കളിയിൽ നിൽക്കുമ്പോൾ നമ്മൾ അവരുടെ കൂടെ ഒന്നും കളിക്കാൻ നിൽക്കില്ല. അതാണ് അതിൻ്റെ മറ്റൊരു സത്യം. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്, കേശവദേവ് എന്ന് പറയുന്ന വ്യക്തിയും ഞങ്ങളും തമ്മിൽ നിയമപരമായ കേസ് നടക്കുന്നുണ്ട്. ആ കേസിൽ കേശവദേവിന് എന്ത് നഷ്ടം പറ്റിയാലും കോടതി നഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപ്പീൽ പോകും. അവിടെയും മേൽക്കോടതി നഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ പൈസ കെട്ടിവെക്കും. അതിൻ്റെ ഒരു സംശയവും മേബൽ വിസ ഗ്രൂപ്പിനില്ല. തയ്യാറായിട്ട് ഞങ്ങൾ പോണേ. പക്ഷെ അവൻ ഒരിക്കലും ജയിക്കില്ലെന്ന് ഉറപ്പുള്ളതാണ് അവൻ എൻ്റെ വീട് കയറി ആക്രമിക്കാൻ വന്നു. നമ്മൾ എല്ലാ ജോലിയും കഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുന്ന വീട് കയറി ആക്രമിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ എന്ത് കോൺട്രാക്ടറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അതും ക്രിമിനൽ കേസിലെ പ്രതികളെ വിട്ടിട്ടുണ്ട്. ഇപ്പം അവൻ ഏകദേശം അതിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും. ആമ്പിള്ളേരെ വീട്ടിലേക്ക് ഗുണ്ടകളെ വിട്ടാൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതിലേക്കൊന്നും ഞാൻ കിടക്കണില്ല. കാരണം ഞാൻ അതിനൊക്കെ മറുപടി ഞാനിവിടെ പലരോടും പറഞ്ഞിട്ടുണ്ട്. എരുമപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലം തൃശ്ശൂർ ജില്ലയിലുണ്ട്. അവിടെ പോയിട്ട് ഐസക് വർഗീസ് എന്ന് ചോദിച്ചാൽ ആ നാട്ടുകാർ പറഞ്ഞു തരും എന്താണ് ഐസക് വർഗീസ് എന്നുള്ളത്. ഇന്ന് എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും എനിക്ക് എല്ലാവിധ പിന്തുണയും തരുന്ന വലിയൊരു വിഭാഗമുള്ളൊരു നാടാണത്. ആ നാട്ടിൽ പോയി അന്വേഷിച്ചറിയാം ഞാൻ എന്താണ്, ഏതാണ്, എങ്ങനെയാണ് വലുതായത്, ഏത് തരത്തിലാണ് വലുതായത് എന്നുള്ളത്, എങ്ങനെയാണ് പാലക്കാട് ജില്ലയിലേക്ക് വന്നതെന്നുള്ള വരുന്നുണ്ട്. പക്ഷെ അതിലൊന്നിലും ഒരു കളവ് കേസോ പെണ്ണ് കേസോ പിടിച്ചവരെ കേസോ പറ്റിച്ച കേസോ ഉണ്ടാവില്ല. അതിവിടെ ഓർത്ത് സങ്കല്പിച്ച് പറയണതല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. എനിക്ക് ചില ആൾക്കാരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ കൃത്യമായിട്ട് വെട്ടൊന്ന് മുറി ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. ഇവിടെ ആർക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ ശത്രുക്കളുണ്ട്. ശത്രുക്കൾക്ക് ഒരു കുറവില്ലാത്ത ഒരാളാണ്. കാരണം മോഹൻലാലിൻ്റെ ആനക്കൊമ്പ് കേസ് 4 ആനക്കൊമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കോടതി പോയത് ഞാനാണ്. സത്യമായിട്ട് 4 ആനക്കൊമ്പുണ്ട്. എല്ലാവരും 2 എന്നാണ് പറഞ്ഞ പത്രക്കാർ. ഞാൻ 4 പറഞ്ഞു. അത് കറക്റ്റ് ഇൻഫർമേഷനാണ്. കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കൊടുത്തു, തെളിയിച്ചു കൊടുത്തു. അതേപോലെ സോളാർ കേസിൽ കൃത്യമായി കേസ് കൊടുത്ത ഒരു സംഘടനയാണ് ഞങ്ങൾ. അതിൽ ഞങ്ങൾ നിലപാടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി അവരും തമ്മിൽ ഒരു പ്രത്യേക ബന്ധങ്ങളൊന്നും ഇല്ലയെന്ന്. അതൊരു നിലപാടിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിന്നതാണ്. അതേപോലെ മലബാർ സിമെൻസിൽ ഞങ്ങൾ അഴിമതി പുറത്തു കൊണ്ടുവരുന്നുള്ള നിലപാടായിരുന്നു. അവിടെ ശശീന്ദ്രൻ്റെ മരണം അത് ആത്മഹത്യ തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ നിലപാട് 100% സത്യവും നീതിപൂർവ്വമുള്ളതും അത് കോടതി അംഗീകരിച്ചുമാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ കോടതിയിൽ പോയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ ജനങ്ങളോടല്ല. കോടതി പറഞ്ഞതിന് ശേഷം അത് ജനങ്ങളോട് പറയും. അങ്ങനെ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. മുക്ക് മോർഫറേഞ്ചിലെ കുട്ടിക്കടത്ത കേസ്, അന്യരാജ്യത്തെ കുട്ടികളെ കൊണ്ടുവരുന്ന കേസ് പരിശോധിപ്പിച്ചു. CBI ആണ് പരിശോധിച്ചത്. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ഞങ്ങൾ ഇടപെടേണ്ട സംഘടന ആൻറ്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് നിലയ്ക്ക് ഞാൻ ഇടപെടേണ്ട സാധനങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അതിലൊക്കെ എനിക്ക് ശത്രുക്കളുണ്ട്. പിരിമ്പുരുക്ക് മേഖലയെടുത്ത ഫുള്ള് വൈദ്യുതി മോഷണമായിരുന്നു. പിരിമ്പുരുക്ക് കമ്പനികളിൽ
100 കോടി വൈദ്യുതി മോഷണം നടന്നു. ഞാനത് പരാതി കൊടുത്തു, പെനാൽറ്റി കിട്ടി. അതേപോലെ അവിടെ മനുഷ്യാവകാശ ലംഘനങ്ങളിലെ ബഹള, മരിച്ചവനെ നേരെ തമിഴ്നാട്ടിൽ കൊണ്ടുപോകുക, അവിടുന്ന് അവൻ്റെ വീട്ടുകാരെ വിളിക്കുക, ബോഡി കൊടുത്തു വിടുക, 1 ലക്ഷം 2 ലക്ഷം എടുത്തു കൊടുക്കുക. ആ പരിപാടികൾ നമ്മൾ നിർത്തിച്ചു. അങ്ങനെയൊക്കെയുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളും അഴിമതികൾക്കെതിരെ പോരാടുന്ന വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കത് ആരോപണമുണ്ടാവും. എത്ര അന്വേഷണം നടന്നു, ED മുതൽ ഇൻകം ടാക്സ് മുതൽ GST മുതൽ മറ്റേ എന്താ പറയുക, സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസി വരെ എല്ലാവരും ഞങ്ങളുടെ രേഖകളും ഞങ്ങളെ പറ്റി അന്വേഷിച്ചല്ലോ. ക്രൈം ബ്രാഞ്ച് അടക്കം. ഇതെന്തുണ്ടായി? എവിടെയാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ? അത് പറ്റണമെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് അവർ ഫ്രെയിം ചെയ്യണം. ഫ്രെയിം ചെയ്താലും എന്നെപ്പോലെ ആളെ പെട്ടെന്ന് ഫ്രെയിം ചെയ്തിട്ട് വീഴ്ത്തിടാൻ പറ്റില്ല. കാരണം അതിൻ്റെ എല്ലാ പഴുതിലൂടെയും ഞാൻ പോകും. എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തിപരമായിട്ടും എൻ്റെ സ്ഥാപനത്തിനും ഇവിടുത്തെ ഏറ്റവും പ്രഗത്ഭരായ വക്കീൽമാരാണ് ഹാജരാവാറ്. ഹൈക്കോടതി ഏറ്റവും പ്രഗത്ഭരായ വക്കീൽമാർ, അതിൽ 4-5 പേര് ഇപ്പോൾ ജഡ്ജിമാരായി പോയതുകൊണ്ട് അവരൊന്നും ഇപ്പോൾ ഹാജരാവുന്നില്ല. പക്ഷെ വളരെ പ്രഗത്ഭരാണ് ഞങ്ങൾക്ക് ഹാജരാവാറ്. അത് ഞങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടി അവർ പീസ് പോലും നോക്കാതെ ഞങ്ങൾ പറയുന്ന ജെന്യൂനിറ്റി നോക്കിയിട്ടാണ് അതിൽ ഹാജരാവാറ്. അതാണ് സത്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരാൾ നിലയ്ക്ക് ശത്രുക്കൾക്ക് ഒരു കുറവുണ്ടാവില്ല. പിന്നെ ഞാൻ പാപിയല്ല. ഇവിടെ കേശവ് പാവമായി അഭിനയിക്കുന്ന ഒരു ക്രൂര മനസ്സിൻ്റെ ഉടമയാണ്. അല്ലെങ്കിൽ എന്നെ കൊല്ലാൻ 4 ടൈം പ്ലാൻ ചെയ്യില്ലല്ലോ. 4ാമത്തെ ടൈമാണല്ലോ അവൻ വന്ന് ചാടിയത് കുഴിയിൽ. 4 ടൈമിന് 3 ടൈം അവൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. 4ാമത്തെ അവൻ വന്ന് നേരെ അവൻ തന്നെ കുഴിച്ച് അവൻ തന്നെ ആ കുഴിയിൽ വന്ന് ചാടി. എനിക്ക് മണ്ണിട്ട ചിലവേ വന്നുള്ളൂ, ബാക്കി എല്ലാം തന്നെ ചെയ്തു വെച്ചത്. ഇപ്പം അതിൻ്റെ പേരിൽ ഇപ്പം എല്ലാവരും ഓണം ജയിലിലുള്ളതാണ് ചിലവരൊക്കെ. അതാണ് അവസ്ഥ. അതിൻ്റെ കൂടെ വന്ന ഗുണ്ടകൾ, അവർക്ക് എവിടേക്കും കേസുണ്ടായിരുന്നു, എങ്ങനെയും കേസുണ്ടായിരുന്നു. ഇപ്പം എല്ലാം തെളിഞ്ഞു. അതെല്ലാറ്റിൻ്റെ വാറണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അതാണ് ഇതിൻ്റെ കഥകൾ. അപ്പം ജനങ്ങൾ ഇതറിയാതെ, ഇല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പലരും ഇതറിയാതെ പറയും, അയ്യോ ഐസക് വർഗീസ് എന്ന് പറഞ്ഞാൽ അപ്പം എല്ലാവർക്കും അയ്യോ ആണ്. കാര്യം പറയുന്നവർക്കെതിരെ ആളുണ്ടാവുന്നേ, അതിൽ യാതൊരു തർക്കമില്ല. ഞാൻ പ്രവർത്തിക്കുന്ന എൻ്റെ പാർട്ടിയിലുള്ള എൻ്റെ നേതാക്കന്മാർ എത്ര പേർക്കെതിരുണ്ട്. പ്രഭാകരനെ പോലെയുള്ള MLA എന്നെ പറ്റി വളരെ മോശം അഭിപ്രായം തിരുവനന്തപുരത്ത് പോയി പറഞ്ഞ ആളാണ്. ആ പറഞ്ഞവർ എന്നോട് പറഞ്ഞു, എങ്ങനെയൊക്കെയാണ് പ്രഭാകരൻ വന്ന് പറയുന്നത്. ഞാൻ അയാൾക്ക് വല്ല ദ്രോഹം ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷേ അയാൾ അനിയൻ ഇപ്പോൾ ഈ കഞ്ചിക്കോട് മേലിലെ ഏറ്റവും വലിയ കോൺട്രാക്ടറാണ്. അതെങ്ങനെയായി CIT നേതാവിൻ്റെ അനിയൻ? അപ്പോൾ അത് അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്തി. ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അനിയനൊന്നും ചെയ്യണില്ല. എന്നാൽ അവരെല്ലാം കുറ്റക്കാരാണോ? അല്ല, അവരെല്ലാം പാവങ്ങളാണ്, നിഷ്കളങ്കരാണ്. എന്നാൽ അവർ ചെയ്യുന്ന ലൈനാണോ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ അതിൽ അന്തസ്സരാ പോണേ. ഇങ്ങനെ ഓരോരുത്തരെ പറ്റിയും എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഏത് നേതാക്കന്മാരെ കുറിച്ച് എനിക്ക് കൃത്യമായി പറയാനുണ്ട്, എല്ലാ പാർട്ടിയുള്ളവരെ കുറിച്ചും പറയാനുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ കൂടുതൽ പറയാത്തതെന്ന് വെച്ചാൽ എൻ്റെ നിലപാടുണ്ട്. ആ നിലപാടിൽ നമ്മൾ മുന്നോട്ട് പോവുക. നമുക്കെതിരെ കരുക്കൾ നീക്കുമ്പോഴല്ലേ നമ്മളതിനെക്കുറിച്ച് പറയണ്ടോ. ഈ കരുക്കൾ നീക്കി അതിൽ വീണ് കെടുന്ന് അനുഭവിച്ച് പഠിച്ച് വില്ലായി വന്ന ഒരാളാണ് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ എന്നെ പെട്ടെന്നൊന്നും അങ്ങനെ ഭയപ്പെടുത്താൻ ആർക്കും പറ്റില്ല. പിന്നെ പ്രത്യേകിച്ച് ഗുണ്ടകളെ കാണിച്ചിട്ട്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ എൻ്റെ പഴയ ഹിസ്റ്ററിലേക്കൊന്നും കിടക്കുന്നില്ല. അത് ഇന്നത്തെ എൻ്റെ പൊസിഷന് ശരിയല്ല. അത് അന്വേഷിച്ചോളം എല്ലാവരോടും പറയാറുണ്ട്, അന്വേഷിക്കുന്ന എല്ലാവർക്കും നല്ലതുമാണ് നല്ലത്. എന്ന് വെച്ചാൽ ഞാനൊരു സാധാരണക്കാരനാണ്. സാധാരണ ലളിതമായ ജീവിതം നടത്തുന്ന ഒരാളാണ്. തിരിച്ചൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കറക്റ്റായി വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ഒത്തിരി ധനസഹായങ്ങളും പാവങ്ങളൊക്കെ സപ്പോർട്ടുകൾ ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ ഗുണങ്ങളൊക്കെ എനിക്ക് ദൈവം തരുന്നുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ സത്യങ്ങൾ. പിന്നെ എൻ്റെ സൗണ്ട് നിലപാടുള്ളതും ഉറച്ചതും കൃത്യമായി പലർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തതും ചിലവർക്ക് എന്നോട് പകയും വിദോഷം വരുന്നതുമാണ്. അതൊന്നും മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഒരിക്കലും മാറ്റില്ല. ഞാൻ ഈ നിലപാടിലാണ് ഞാൻ മുന്നോട്ട് പോകുള്ളൂ. പിന്നെ ഈ പറയുന്ന ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സ് ആയാലും ഈ കോൺട്രാക്ടർ ആയാലും വേറെ ഇത് കൂടാതെ പങ്കെടുത്ത ഒരു കോൺട്രാക്ടർ അടക്കമുള്ള പലരായാലും ഒരു കേബിൾ വിസാക്ക് ഇന്ത്യ ഫ്രൈറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ പ്രൈവറ്റ് കമ്പനിയായിട്ടാണ് ഡീൽ. അല്ലാതെ എൻ്റെ വീട്ടിൽ ചിലവഴിയാനോ എൻ്റെ മകന് ചിലവഴിയാനോ എനിക്ക് വീട് വെക്കാനോ തന്ന പണങ്ങളല്ല. കമ്പനിയുമായി ബന്ധപ്പെട്ട് ലാഭമായി നഷ്ടമായാലും കമ്പനിയിൽ എല്ലാവരും സഹിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ എൻ്റെ കമ്പനി നഷ്ടത്തിലല്ല. ഞങ്ങൾക്ക് ഒരു കടബാധ്യയും ലോണും ഇല്ല. ഞങ്ങളുടെ പ്രൊജക്റ്റ് എത്ര ഉണ്ടെങ്കിലും അത് ഞങ്ങളുടെ സ്വന്തമാണ്.
ഒരാൾക്ക് അത് അട്ടിമറിപ്പിക്കപ്പെടാൻ പറ്റില്ല. കാരണം ഞങ്ങളെല്ലാവരും അധ്വാനിച്ച മുതൽ മുടക്കിയിട്ട് മാൾ പണിതിട്ടുള്ളവരാണ്. ഒരു ഉറുപ്പ്യ കടബാധയില്ല, ലോണുമില്ല. ആ ഒരു ആത്മധൈര്യത്തിലാണ് മുന്നോട്ട് പോണേ. അത് ദൈവത്തിൻ്റെ നാമത്തിൽ ഈ 8-ാം തീയതി അതിൻ്റെ ഞങ്ങളെ കോപ്പറേറ്റീവ് ഓഫീസിൻ്റെ സ്വന്തം ഓഫീസ് സ്വന്തം ബിൽഡിങ്ങിൽ തുടങ്ങാൻ പോവുകയാണ്. 16 കൊല്ലം ഞങ്ങൾ വാടകയ്ക്കായിരുന്നു, സ്ഥാപനങ്ങൾ ലീസിനായിരുന്നു. ഇപ്പോൾ അത് മാറ്റാൻ പോവുകയാണ്, സ്വന്തം ബിൽഡിങ്ങിലേക്ക് മാറുകയാണ്. അതിനോടൊപ്പം തന്നെ മറ്റുള്ള സംവിധാനങ്ങളും ഡിസംബർ 31 തന്നെ ഞങ്ങൾ ഓപ്പൺ ചെയ്യും. മാക്സിമം മാളിൽ വരുന്ന എല്ലാ ക്ലയൻസിൻ്റെ സ്ഥാപനങ്ങളും ഒരുവിധം ബ്രാൻഡഡ് സാധനങ്ങളെല്ലാം വെച്ച് തുറന്ന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ഞങ്ങൾ ആഗ്രഹം, പ്രതീക്ഷയും. അത് ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പിന്തുണയും സഹായവും വേണം. ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധരുത്താനോ അറിയാനോ ഉണ്ടെങ്കിൽ നേരിട്ട് എന്നെ വിളിച്ച് ചോദിക്കാം. കൃത്യമായ മറുപടി ഞാൻ തരാം. അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ തെളിവ് തരാം. അതിന് കൂടുതൽ തരാനായിട്ട് എൻ്റെ കയ്യിലൊന്നുമില്ല. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക് യു.